നമസ്കാരം. ദ ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ സന്തോഷ് ശ്രീധർ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഷ്ടമുടി കായലിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശമാണ്. തെക്കുംഭാഗം പഞ്ചായത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളിക്കോടിക്ക് തെക്ക് വശത്തുള്ള ഈ കായൽ പ്രദേശത്ത് ഇന്ന് നിരവധി തുരുത്തുകൾ പുതുതായി രൂപം കൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. അറബിക്കടലിൽ നീണ്ടകര ഭാഗത്തിൻ്റെ നേരെ അഴിമുഖമായി കിടക്കുന്ന ഈ പ്രദേശത്ത് വർദ്ധിച്ച വേലിയേറ്റ സമയത്ത് അടിഞ്ഞുകൂടുന്ന എക്കലും കരമണ്ണും നിറഞ്ഞ് പുതിയ തുരുത്തുകൾ രൂപം കൊണ്ടുവരികയാണ്. വർഷാവർഷം ഈ ഭാഗങ്ങളിൽ മതിയായ രീതിയിൽ ഡ്രഡ്ജിങ് നടത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തുരുത്തുകൾ രൂപം കൊള്ളുന്നത്. 40 വർഷം പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് തുരുത്തുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയും. നിങ്ങൾ ഇപ്പോൾ ടൂറിസം കേന്ദ്രമായി ആഘോഷിക്കുന്ന സാമ്പ്രാണിക്കോടി പോലും ഒരു 40 വർഷത്തിനു മുമ്പ് അവിടെ ഒരേ ഒരു കണ്ടൽ ചെടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ആ കാലഘട്ടത്തിൽ അതുവഴി സഞ്ചരിച്ചവർക്ക് അറിയാൻ കഴിയും. എന്നാൽ ഇന്ന് അതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കുന്നത് പോലെ ഈ പുതിയ തുരുത്തുകളിലും വരും കാലത്ത് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും. എന്നാൽ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഈ കായൽ തന്നെ മരണത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. മാലിന്യങ്ങളാലും മണ്ണ് നിറഞ്ഞും എക്കല് നിറഞ്ഞും പല പ്രദേശങ്ങളും അഷ്ടമുടി കായലിൻ്റെ പല പ്രദേശങ്ങളും ഇന്ന് തുരുത്തുകളായി മാറിക്കഴിഞ്ഞു.